വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് HSST കോമേഴ്സിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് എന്ന സബ്ജക്റ്റാണ്. ഇതിനു മുൻപേയുള്ള 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കുന്ന സമയത്ത് അറിയാം, നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഡയറക്റ്റ് ആയിട്ടായിരിക്കില്ല നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കാരണം ഇത് സാധാരണയുള്ള ഒരു LDC ലെവൽ എക്സാം അല്ല. നമുക്ക് HSST കോമേഴ്സ് എന്ന് പറയുമ്പോൾ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ എഴുതുന്ന നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു ടൈപ്പ് എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കേണ്ട. ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് ഒരു ടഫ് ലെവലിലായിരിക്കും ഉണ്ടായിരിക്കുക. പ്രത്യേകിച്ച് നമുക്ക് പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്ന ഒരുപാട് ഏരിയാസാണ് നമുക്കതിൽ പഠിക്കാനുള്ളത് അല്ലേ. ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് ആണെങ്കിലും നമ്മൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പല രീതിയിൽ തിരിച്ചും മറിച്ചും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരിക്കലും നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കരുത് HSST പോലെയുള്ള എക്സാമിന്. അപ്പോൾ നിങ്ങളെ ടെൻഷനാക്കാൻ വേണ്ടി പറയല്ല, ഇതാണ് സത്യം. കാരണം നമ്മൾ എപ്പോഴും ഈസി ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്ത് പോയിട്ട് നമുക്ക് എക്സാം ടഫ് ആവുന്നതിനേക്കാളും നല്ലത് നമ്മൾ കുറച്ചുകൂടി ഹൈ ലെവലിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് നന്നായിട്ട് ആഴത്തിൽ പഠിച്ച് എക്സാം എഴുതുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. ഇന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിലുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇതിന് മുന്നൊക്കെ എക്സാമിന് വന്നിട്ടുള്ള ഭാഗത്തു നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു HSST കോമേഴ്സിന് വേണ്ടി ആത്മാർത്ഥമായി പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വൈകാതെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. Foreign trade. What is foreign trade? Foreign trade means trade between two or more countries. It is also called international trade. International trade involves different currencies of various countries and is regulated by laws, rules and regulations of the concerned countries. ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിടെ കറൻസീസിൻ്റെ എക്സ്ചേഞ്ച് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ രാജ്യവും അതുപോലെ മറ്റൊരു രാജ്യവും തമ്മിലുള്ള കറൻസിയുടെ എക്സ്ചേഞ്ച് ആണ് നമ്മുടെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ വരുന്നത്. അപ്പോൾ എക്സിം പോളിസിയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഫോറിൻ ട്രേഡ് ഓഫ് എ കൺട്രി കൺസിസ്റ്റ് ഓഫ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സോ ഇറ്റ് ഈസ് കോൾഡ് എക്സിം പോളിസി. അതുകൊണ്ട് അതിനെ നമ്മൾ എക്സിം പോളിസി എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി. ദെൻ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫോറിൻ ട്രേഡ്. First one is division of labor and specialization. That is, foreign trade leads to division of labor and specialization at the world level. Then optimum allocation and utilization of resources, and foreign trade helps to keep the demand and supply position stable, which in turn stabilizes the price. Equality of prices ആണ് ഇതിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ചോയ്സസ് ടു കൺസ്യൂമേഴ്സിന് ഒരുപാട് ചോയ്സസ് ഉണ്ട്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ് employment opportunities and it raise the standard of living of the people. And foreign trade will help in economic development and assistance during calamities, and it helps to maintain balance of payment position. It brings goodwill and earns foreign exchange and promote world peace. ഇതെല്ലാം നമുക്ക് ഫോറിൻ ട്രേഡിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാം. ദെൻ എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സ് ആണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒപ്റ്റെയിനിങ് ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്പർ നമ്മൾ ഒപ്റ്റെയിൻ ചെയ്യണം. ദെൻ രജിസ്ട്രേഷൻ വിത്ത് GST ആൻഡ് സെൻട്രൽ എക്സൈസ് അതോറിറ്റി. ദെൻ രജിസ്ട്രേഷൻ വിത്ത് എക്സ്പോർട്ട് പ്രൊമോഷൻ ഓർഗനൈസേഷൻ, കൺക്ലൂഡിംഗ് ആൻഡ് എക്സ്പോർട്ട് ഡീൽ, അറേഞ്ചിങ് എക്സ്പോർട്ട് ഫിനാൻസ്, പ്രൊക്യൂറിംഗ് ഓർ മാനുഫാക്ചറിംഗ് ഗുഡ്സ്, പ്രീ ഷിപ്മെൻറ്റ് ഇൻസ്പെക്ഷൻ, സെൻട്രൽ എക്സൈസ് ക്ലിയറൻസ് ഓഫ് ഗുഡ്സ് ഓഫ് എക്സ്പോർട്ട്, export of goods under bond, packaging, marking and labeling of goods, appointment of clearing and forwarding agent, arranging cargo insurance, booking shipping space, then dispatch of goods, port procedures, dispatch of documents to the exporter, sending shipping advice, presentation of documents at the negotiating bank, claiming export incentive. ഇതെല്ലാം നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെ കേസിൽ വരുന്ന പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക, ഏതൊക്കെ പ്രൊസീജിയേഴ്സാണ് വരുന്നത് എന്ന് മാത്രം നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ എക്സ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഫോറിൻ ട്രേഡ് എന്ന് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ടോപ്പിക്സ് നമുക്ക് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ HSST കോമേഴ്സ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്